ഹായ് ഗൈസ്, അയച്ചുവേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ ഇലക്ട്രോണിക്സ് വീഡിയോ ഒന്നുമല്ല. ഇന്നത്തെ ഒരു ചെറിയ അക്വേറിയത്തിലേക്കുള്ള ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ അക്വേറിയം. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, പരിപാടിയിലേക്ക് കിടക്കണേക്ക് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അക്വേറിയം. അക്വേറിയത്തിൽ ഈ പമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പമ്പല്ല, ശരിക്കും അത് താഴത്തെ ഫിൽറ്ററാണ്. അപ്പം എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം, ഈ താഴത്ത് കിടക്കുന്ന ഫിൽറ്റർ എനിക്കൊരു ഇതിൻ്റെ ഒറിജിനൽ സ്പോഞ്ചും അതേമാതിരത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 3 ദിവസം ഇത് വർക്ക് ചെയ്യും പ്രശ്നങ്ങളില്ലാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഫിഷിൻ്റെ വേസ്റ്റ് കൊണ്ട് ആ ഫിൽറ്റർ കംപ്ലീറ്റ് നനഞ്ഞ് ബ്ലോക്കാവും. അപ്പം ഞാൻ ഓരോ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ എനിക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഗൈസ്, ഞാൻ വെച്ചിരിക്കുന്ന ഫിൽറ്ററിൽ മെയിനായിട്ട് ഇതേമാതിരത്തെ 3 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഒരെണ്ണത്തിൽ ബ്ലാക്ക് കളർ സ്പോഞ്ച്, പിന്നെ അതിൻ്റെ ടോപ്പിൽ ബ്ലൂ കളർ സ്പോഞ്ച്, പിന്നെ അതിൻ്റെയും ടോപ്പിൽ ഇതേമാതിരത്തെ നമ്മുടെ സ്റ്റോൺസ് ആയിരുന്നു. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോഞ്ചുകളെന്ന് പറഞ്ഞാൽ 2 ദിവസം 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല. അതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ഫില്ലായിട്ട് ഇതിൽ കൂടെ വെള്ളം വരാത്ത അവസ്ഥയാവും, അത്രയും തിക്കാവും. അപ്പം 3 ഡേയ്സ് വെച്ച് ടാങ്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ടൊരു ഫിൽറ്റർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കമ്പാർട്ട്മെൻ്റ് അകത്ത് നിറച്ച് നമ്മുടെ അക്വേറിയത്തിൽ ഇടുന്ന കല്ലുകളില്ലേ, ആ കല്ലുകൾ എടുത്തിട്ട് അത്യാവശ്യം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിൽട്രേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ കല്ലിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് കല്ല് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഇവരുടെ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ ഇവരുടെ അവശിഷ്ടങ്ങൾ, ആ സംഭവം കൊണ്ട് നമ്മളിപ്പം ചെടിക്കൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ആ രീതിയിലേക്കൊന്ന് തിരിഞ്ഞുകൂടാ എന്നുള്ള രീതിക്ക് വന്നൊരു ഐഡിയ ആണ്. ഇനി നമ്മളൊരു പെപ്സിയുടെയോ അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെയോ സ്പ്രിൻറ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഒരു ബോട്ടിലെടുത്തിട്ട് ശരിക്കും ഒരു പാത്തി മാതിരി വെട്ടിയെടുക്കുക. ഇത്ര വശം വെട്ടി അങ്ങോട്ട് എടുക്കുക. എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ തുളകളിട്ട് വയ്ക്കുക. മനസ്സിലായി? ഇതിവിടെ നമ്മൾ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂവിൻ്റെ നേരെ ബാക്കിൽ തുളകളിട്ട് വയ്ക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീപ്പർ നമ്മുടെ കുപ്പിയുടെ 2 സൈഡിലും വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ ഈ കുപ്പി വിട്ടു പോകും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ഈ കുപ്പി എൻ്റെ കയ്യിൽ കുറച്ച് കോയിലുണ്ട്. അപ്പോൾ ഈ കോയിൽ വെച്ച് ഒന്ന് സെക്യൂറായിട്ട് കെട്ടി വയ്ക്കാം. നമ്മളപ്പോൾ ഇനി ഈ കുപ്പിയിൽ ഇതേമാതിരത്തെ കല്ലുകൾ നിറയ്ക്കുകയാണ്. നമ്മൾ ഈ കുപ്പിയുടെ ഒരു 3/4 ഭാഗം കല്ല് നിറയ്ക്കണേ, എന്നാലേ ആ ഒരു ഫിൽട്രേഷൻ കറക്റ്റ് ആവുള്ളൂ. അതല്ലാതെ വെറുതെ വെള്ളം ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി പോവുള്ളൂ. ഞാനിത് മീഡിയം തരത്തിലുള്ള കല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഫിൽറ്റർ പമ്പ് വെള്ളം കോരി നമ്മുടെ ഫിൽറ്ററിലേക്ക് ഒഴിക്കാനായിട്ടൊരു പമ്പ് വേണമല്ലോ. അപ്പോൾ ആ പമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒറിജിനൽ പമ്പ് തന്നെയാണ്. വീനസ് അക്വ എന്ന് പറഞ്ഞ പമ്പാണ്. ഇത് 920 FP എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ പമ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പകരം ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഫിൽറ്ററിങ് മെറ്റീരിയൽ, അതായത് സ്പോഞ്ചുകളെല്ലാം ഞാനെടുത്ത് മാറ്റി, എന്നിട്ട് വെറുതെ ഒന്നും വെച്ചിട്ടില്ല. അതായത് എന്തെങ്കിലും വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വല്ല ഇലയോ ഇതൊക്കെ വന്ന് ഫിൽറ്ററിൻ്റെ അകത്ത് കുടുങ്ങാണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്രൂവ്സ് ഉണ്ട്. അപ്പം ഈ വേസ്റ്റുകളെല്ലാം വന്നിട്ട് ഇതിൻ്റെ അകത്ത് തടഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ ട്രാപ്പായി നിൽക്കുള്ളൂ. അതല്ലാതെ പുറത്തേക്ക് നമ്മുടെ പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ പമ്പ് ബ്ലോക്ക് ആവില്ല. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മളിത് യൂസ് ചെയ്യുകയാണ്. പിന്നെ പ്ലംബിങ് മെറ്റീരിയലായിട്ട് ഞാനിത് വയറിങ്ങിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തേക്കണേ. നമ്മൾ വയറിങ്ങിൻ്റെ അരേഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തേക്കണേ. ഇത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന നോബാണ്. ഇതൊന്ന് ചൂടാക്കി നമ്മൾ സെറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ 24 മണിക്കൂർ ശേഷം നമ്മുടെ ടാങ്കിൻ്റെ സ്ഥിതിയാണ്, അക്വേറിയത്തിൻ്റെ സ്ഥിതിയാണ്. നല്ല ക്ലീൻ വെള്ളമായിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഫിൽറ്ററാണ്. ഇത് ഞാൻ ഈ വെള്ളം തെറിച്ച്, അതായത് വെള്ളം തെറിച്ച് വീഴുമല്ലോ, തെറിച്ച് വീഴാണ്ടിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്പോഞ്ച് കഷ്ണം എടുത്ത് വെച്ച് കൊടുത്തേ ഉള്ളൂ. പഴയ ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് എടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഹൈറ്റ് എന്തായാലും കുറയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്ന് അടിച്ചിട്ട് വെള്ളം തെറിച്ച് ഫുള്ളായിട്ട് വീഴുന്നുണ്ടായിരുന്നു, നിലത്തൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളത് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ കുറേ അഴുക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് നമ്മളെടുത്തിട്ട് ഏതെങ്കിലും ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല വളമാണ്. ഞാൻ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കായ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഫിൽറ്ററൊക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ചെറിയൊരു ഫ്ലോ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് കാണുന്നതാണ് നമ്മുടെ പമ്പ്. പമ്പിൽ നിന്ന് നേരെ നമ്മൾ വാട്ടർ പമ്പ് ചെയ്തിട്ട് നേരെ ഫിൽറ്ററിലേക്ക് അയച്ചിട്ട് ഫിൽറ്ററിൽ നേരെ താഴത്തേക്കാണ് വീഴുന്നത്. അപ്പോൾ അതായത് ഇത്രയും വശം മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഒഴുകുന്നുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്നു, നേരെ വന്നിട്ട് അവിടെ തന്നെ വീഴുന്നു. ഇങ്ങനെയാണ് വെള്ളം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹോൾ ടാങ്കിൽ എത്തുന്നില്ല. അപ്പം ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കണം. അതായത് ഈ പൊക്കത്തത്തെ നമ്മുടെ ഫിൽറ്റർ വരുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മുടെ ഇതിൻ്റെ ലെങ്ത്തുള്ള നമ്മളൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഒരു എല്ലും നമ്മളൊരു ബെൻഡും ഒരു എല്ലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പിടിപ്പിക്കുക, ഇത് നിസ്സാര പരിപാടിയേ ഉള്ളൂ. നമ്മൾ ഈ ബെൻഡിലേക്ക് പൈപ്പ് വെച്ച് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. നമ്മുടെ കുപ്പിയിലേക്ക് വെള്ളം ചീറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണം പൈപ്പും കൂടെ എടുത്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നു, നേരെ ഇവിടെ വരെ വന്നിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് ടാങ്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വീഴുന്നു. അപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ അകത്ത് കയറും, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് കംപ്ലീറ്റ് ഇവിടെ വന്ന് വീണിട്ട് ഇവിടെയുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഫിൽറ്ററിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് അത് വലിച്ചെടുത്തിട്ട് പിക്ക് ചെയ്ത് വീണ്ടും ഇതിലേക്ക് വന്നിട്ട് നമ്മുടെ ഫിൽറ്ററിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അതാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ. ഇതൊന്ന് ഓടട്ടെ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നേരത്തെ ചെയ്ത മോഡിഫിക്കേഷനിൽ തന്നെ ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നം മനസ്സിലായി. നമ്മൾ ഈ പൈപ്പ് ഇവിടെ നിന്ന് താഴത്തേക്ക് അതിൽ മുട്ടിക്കുന്ന തരത്തിലാണ് വെച്ചിരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ചെന്ന അഴുക്ക് ഇവിടെ നിന്ന് ഇതിൽ വന്നിട്ട് ഇതിൽ നിന്ന് തെറിച്ച് ഇപ്പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടപ്പം വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാം, ആ അഴുക്ക് മൊത്തം പടർന്ന് കിടക്കണ കാണാം. അപ്പം അതായത് ആ ഫിൽറ്ററിൽ നിന്ന് തെറിച്ചിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈപ്പ് എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ പഴയ സ്പോഞ്ച്, അതായത് വെള്ളം തെറിക്കാണ്ടിരിക്കാനുള്ള സ്പോഞ്ച് ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഉണ്ടോ? വെള്ളം കളഞ്ഞിട്ട് ഇപ്പോൾ ഈ വെള്ളം സ്പോഞ്ചിൽ വന്നിട്ട് അത് ഡാമ്പൻ ചെയ്തിട്ട് അത് പല ഇതായിട്ടാണ്, അതായത് കുത്തി ഒലിച്ചല്ല ഇതിലേക്ക് വരുന്നത്, ഒരു ഫ്ലോ ഒന്ന് സെറ്റായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം ഒരുവിധം അഴുക്കൊക്കെ ഇതിലേക്ക് പിടിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം ഇതിൽ കൂടെ താഴത്തേക്ക് വന്ന് ഇതും ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഓടട്ടെ, ഒരു 24 മണിക്കൂർ ഓടിക്കഴിഞ്ഞാലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത് ഓൾമോസ്റ്റ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി വന്നേക്കുന്നത്. ഇത്രയും ക്ലിയർ വെള്ളമായിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലവ് വന്നേക്കുന്ന ഒരു 10 രൂപ വന്നിട്ടുണ്ടാവും ഈ കുപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതല്ലാതെ ബാക്കിയുള്ള ഫുൾ സാധനങ്ങളും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളതും അതും ഇതൊക്കെ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി ഒരു 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ടാണ്, ഈ കളകളകളാന്ന് പറഞ്ഞ വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല രസമാണ്. അതായത് നമ്മൾ ഒരു അരുവിയുടെ തീരത്തിരിക്കുന്ന ഒരു ഫീലാണ്. ചിലപ്പോൾ രാത്രിയൊക്കെ ഇവിടെ വന്ന് ചുമ്മാ വെറുതെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അരുവിയുടെ അടുത്ത് വന്ന് കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരിത്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് നല്ല രീതിക്ക് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ട. ഇതാണ് ഏതാണ്ട് ഇപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ പൊക്കത്തുനിന്ന് വെള്ളം ചാടി തുടങ്ങി. അതായത് സ്പോഞ്ചിൻ്റെ അകത്ത് മുഴുവൻ നിറഞ്ഞിട്ട് വേസ്റ്റ് നിറഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതെന്തായാലും ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പോഞ്ച് ഒന്ന് ഊരിയെടുക്കാം. സ്പോഞ്ച് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഓൾറെഡി അതിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ഒന്ന് കിടപ്പുണ്ട്. ഇത് ഇതേമാതിരി ഫുള്ള് നിറയുമായിരുന്നു.
അപ്പോൾ ഗൈസ് നമ്മുടെ സ്പോഞ്ച് ഞങ്ങളടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ നോക്കിയിട്ടുണ്ട്. ഇപ്പം താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് കംപ്ലീറ്റ് നമ്മുടെ മീനിൻ്റെ വേസ്റ്റാണ്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വേസ്റ്റിൻ്റെ കാര്യമാണ്. ഇത് നിങ്ങൾ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വളരുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒഴുകുന്ന വെള്ളത്തിലും കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് അക്വേറിയത്തിൽ തന്നെ സെറ്റ് ചെയ്യാം. ഗൈസ് ഇത് നമ്മുടെ പെരയുടെ പുറകിൽ തന്നെയുള്ളൊരു വാഴയാണ്. ഇതിനാണ് മാക്സിമം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വലുതായതാണ് ഇത്രയൊക്കെ. ഇതാണ് നമ്മുടെ അക്വേറിയം കഴുകി കഴിഞ്ഞിട്ടുള്ള അക്വേറിയത്തിൻ്റെ ഫിൽറ്റർ കഴുകി കഴിഞ്ഞ് ബാക്കി വന്ന വെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ കംപ്ലീറ്റ് വേസ്റ്റ് ഉപ്പുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വാഴയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് വാഴ കായ്ക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഫിൽറ്റർ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റഫ് ഉള്ളത്. കണ്ടോ, ബാക്കി കല്ലിൻ്റെ അത് കിടപ്പുണ്ട്. അതൊന്നും കൂടെ കഴുകിയിട്ട് നമ്മൾ അക്വേറിയത്തിൽ തന്നെ ഇടും. അപ്പോൾ ഗൈസ് നമ്മൾ അക്വേറിയത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്കും പലരും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്നുള്ളത്. നിങ്ങൾ അതേമാതിരി ഈ ഫിൽറ്റർ എന്തെങ്കിലുമൊക്കെ കുറ്റം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഫിക്സിങ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇതിൻ്റെ അകത്ത് കൽക്കരി ഇടുന്ന കേസും കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചതിൽ നിന്നും റിസർച്ച് ചെയ്തതിൽ നിന്നും കൽക്കരി നമ്മുടെ ഫിഷ് ടാങ്കിന് ഇടുന്നതുകൊണ്ട് യാതൊരു മെച്ചമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെറും കല്ല് മാത്രം ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉണ്ടാക്കിയത്. കാര്യം 3 ദിവസം കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉണ്ടായിരുന്ന, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഫിൽറ്റർ കഴിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ബുദ്ധിമുട്ടായി തോന്നിയപ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി അക്വേറിയമുള്ള സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് മുഴുവൻ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാറുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.